സംഗീത എന്ന് പറയുന്ന ഒരു മാഡത്തിനെയൊക്കെ ഈ പരാതിയിൽ കുടുംബമൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ സംഗീത മാഡത്തിനൊക്കെ അങ്ങനെ അനുഭവം ഉണ്ടോ? പക്ഷെ ഇത്രയും ഒരു പ്രശ്നം വന്ന സംഗീത മാമിനെ കുറിച്ച് നമുക്ക് അങ്ങനെ ഒരു അഭിപ്രായം പൊതുവേ ഇല്ല. കാരണം മാം നമ്മളെ റാം സാറിനെ കുറിച്ച് അങ്ങനെ ഒരു റാം സാറിനെ കുറിച്ചുണ്ട്, പക്ഷെ സംഗീത മാമിനെ കുറിച്ച് അങ്ങനെ ഒരു പൊതു അഭിപ്രായം വ്യക്തി അധിക്ഷേപമൊക്കെ ക്ലാസ് റൂമിലൊക്കെ നടക്കാറുണ്ട്. ഉണ്ട് ഉണ്ട് എന്തായാലും ഉണ്ട്. അങ്ങനെയൊക്കെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഉണ്ട് ഉണ്ട് ഉണ്ട്. നിറത്തിന്റെയും സൈസിന്റെയും കളർ എല്ലാ പേരിലും ഉണ്ടായിട്ടുണ്ട്. കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ ഇത്തരത്തിൽ ക്ലാസ് റൂമിലൊക്കെ പറയാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇതുവരെ എൻ്റെ ഒരു ബാച്ചിൽ ഞാൻ അധ്യാപകരുടെ ഭാഗത്ത് അവർ ചെയ്യാൻ പാടില്ലാത്ത പ്രതികരണങ്ങൾ തീർച്ചയായും ഉണ്ട്. അവരിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള അതെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ഈ പരാതി പറയാനൊക്കെ സത്യത്തിൽ പേടിയുള്ളത് കൊണ്ടാണ്. അതെ, നമുക്ക് പേടിയുള്ളത് കൊണ്ട് തന്നെയാണ്. അതെ, നമുക്കിവിടെ നമ്മളിത് കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാലോ നമ്മൾ അതിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാലോ മെയിനായിട്ട് ഇവർക്ക് നമ്മളെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ ഇൻറ്റേർണൽ മാർക്സും നമ്മുടെ അറ്റൻഡൻസും വെച്ചിട്ടാണ്. നമുക്ക് അറ്റൻഡൻസ് തരില്ല, ഇൻറ്റേർണൽ മാർക്ക് കുറയ്ക്കും. നമ്മുടെ 6 മാസമാണ് എക്സാം എഴുതില്ലെങ്കിൽ പോകുന്നത്. ഇപ്പോൾ കറൻ്റ് നമ്മുടെ എക്സാം എഴുതിപ്പിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ പോയിട്ടുണ്ട് വേറെ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെ തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. അപ്പം ഇവർക്ക് നമ്മളെ കറൻ്റ്ലി പിടിച്ചു വെക്കാൻ പറ്റുന്നത് ഇന്റേണൽ മാർക്കും അറ്റൻഡൻസും വെച്ചിട്ടാണ്. അത് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇതിന്റെ വോയിസ് മെസ്സേജിലൊക്കെ പറഞ്ഞ കാര്യം ഏറെക്കുറെ യാഥാർത്ഥ്യമാണ്. അതായത് ഈ പറയുന്ന ഇന്റേണൽ മാർക്കിന്റെ പ്രശ്നം, കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി, അമ്മയുടെ ആരോഗ്യസ്ഥിതിയൊക്കെ ക്ലാസ്സിൽ ഒരു പരിഹസിക്കുക എന്ന് പറയുന്നത് അത്രമാത്രം വേദനയുള്ള കാര്യമാണ്. തീർച്ചയായും ഇതൊക്കെ വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഇതൊന്നും ഒരു ടീച്ചർ ഒരു സ്റ്റുഡൻസിനോട് പറയേണ്ട കാര്യങ്ങളൊന്നുമല്ല. ഇതൊക്കെ വളരെ നിങ്ങളുടെ ഇന്നത്തെ തീരുമാനം ഈ പറയുന്ന പോലെ നിങ്ങളുടെ ക്ലാസ് ബഹിഷ്കരിക്കുക. അതെ, നമ്മൾ സ്റ്റുഡൻസ് യൂണിയന്റെ തീരുമാനം എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഇയർ തൊട്ട് ഫൈനൽ ഇയേഴ്സ് വരെയുള്ള സ്റ്റുഡൻസിൻ്റെ കംപ്ലയിൻറ്റ്സ് ഇതുവരെ നേരിട്ടിട്ടുള്ള ഹറാസ്മെൻറ്റ്സ് നമ്മളൊരു കംപ്ലയിൻ്റ് ആക്കിയിട്ട് നമ്മൾ ഹയർ അതോറിറ്റിക്ക് കൊടുക്കുകയാണ്. അതിനൊരു തീരുമാനം ഇനി ബാക്കിയുള്ള ഫാക്കൽറ്റീസിൻ്റെ കാര്യത്തിലും ഒരു ആക്ഷൻ എടുക്കുന്നവരെ നമ്മൾ ക്ലാസ് ബോയ്ക്കോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ യൂണിയൻ്റെ തീരുമാനം. യൂണിയൻ എന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ യൂണിയനെ സമീപിക്കാനൊക്കെ ഏതെങ്കിലും വിദ്യാർത്ഥികൾ തയ്യാറായി? ഇതുവരെ നമ്മുടെ യൂണിയൻ്റെ അടുത്തോട്ട് ഇതുവരെ ഒരു കംപ്ലയിൻറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും കംപ്ലയിൻറ്റ് റേസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായേനെ. പക്ഷേ ഈ ഒരു ഭയം ചിലപ്പോൾ അവരൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. യൂണിയൻ എന്നുള്ള ഒരു പൊസിഷനിൽ നിൽക്കുമ്പോഴും നമ്മളും ഭയന്ന് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. നമ്മൾ ഇവിടുത്തെ സ്റ്റുഡൻസ് തന്നെയാണ്. നമ്മളിപ്പോൾ യൂണിയൻ്റെ ഭാരവാഹിയാണ്. അതെ, ഞാൻ ജോയിന്റ് സെക്രട്ടറിയാണ്. അതെ.